Stop acting so small. You are the universe in ecstatic motion. Yes, this is Safna for Success Academy with some current affairs. So, എന്തൊക്കെയാണ് ഇന്നത്തെ current affairs എന്ന് നമുക്ക് നോക്കാം. So, the first question goes like this. When is Armed Forces Flag Day observed? എന്നാണ് Armed Forcesന്റെ Flag Day observe ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Flag Day of India എന്നും ഇത് അറിയപ്പെടുന്നു. Soldiers, sailors, airmen, Indian borders വർക്ക് ചെയ്യുന്ന, അതായത് ഇന്ത്യൻ ബോർഡേഴ്സിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ സോൾജേഴ്സിനെ, സെയിലേഴ്സിനെ, എയർമെനിനെ ഒക്കെ ഹോണർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. 1949 മുതലാണ് ഇത് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, 1949 ഈ ഡേ നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫ്ലാഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യും. സോ ഈ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സ് സർവീസ്മെൻ, അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് നമ്മൾ ഈ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നുണ്ട്. സോ ഫണ്ട് കളക്ഷൻ ഫ്രം ജനറൽ പോപ്പുലേഷൻ ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫ്ലാഗ് ഈസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദിസ് ഡേ. ആൻഡ് 32 ലക്ഷം എക്സ് സർവീസ് മെൻ ആണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ആൻഡ് ഓരോ വർഷവും 60,000 പേരാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്യപ്പെടുന്നത്. അതായത് 60,000 പേരാണ് എല്ലാ വർഷവും ആഡ് ഓൺ ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ എന്ന് പറയുന്നത് December 7 ഓക്കെ, December 7 ഈ ഒരു ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുമാത്രമല്ല, December 7 ഇനിയൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ. ഓക്കെ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ എന്നാണ് December 7 UN ഒബ്സർവ് ചെയ്യുന്നത്. UN ജനറൽ അസംബ്ലി ആണ് ഇത് 1996 മുതൽ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഇത് അഡ്വാൻസിങ് ഇന്നവേഷൻസ്, അതായത് സോഷ്യോ ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതായത് വേൾഡിൽ സോഷ്യോ ഇക്കണോമിക് സിവിൽ ഏവിയേഷൻ കാറ്റഗറിയിൽ, അതായത് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സിവിൽ ഏവിയേഷനെ എത്രത്തോളം സോഷ്യോ ഇക്കണോമിക് ആയിട്ട് നമ്മുടെ വേൾഡിൽ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമാണ് എന്ന് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് UN ജനറൽ അസംബ്ലിയാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. എല്ലാ 5 വർഷം കൂടുമ്പോഴും 5 വർഷത്തേക്കാണ് ഇതിൻ്റെ ഒരു തീം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 5 വർഷത്തേക്കാണ് തീം സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് അഡ്വാൻസിങ് ഇന്നവേഷൻ ഫോർ ഗ്ലോബൽ ഏവിയേഷൻ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഓക്കെ, അഡ്വാൻസിങ് ഇന്നവേഷൻ ഫോർ ഗ്ലോബൽ ഏവിയേഷൻ ഡെവലപ്മെൻറ്റ്. ആൻഡ് ഇത് 2023 വരേക്കും ഈ ഒരു തീമാണ് ഉള്ളത്. അതായത് ഞാൻ പറഞ്ഞു 5 വർഷത്തേക്കാണ് ഈ ഒരു തീമെന്ന്. സോ ഇത് ഇനി 5 വർഷത്തേക്ക്, അതായത് 2023 വരെയാണ് ഈ ഒരു തീം നമ്മൾ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മോൺട്രിയലിലാണുള്ളത്, കാനഡയിൽ. ആൻഡ് ഇതിൻ്റെ കൗൺസിൽ പ്രസിഡൻറ്റ്, അതായത് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് സാൽവറ്റോർ സ്കിയാചിറ്റോമോ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the new president of FICCI? FICCI എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. സോ ഇതിൻ്റെ 2020-21 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഉദയ് ശങ്കർ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഹീ സക്സീഡിങ് സംഗീത റെഡ്ഡി. ഓക്കെ, സംഗീത റെഡ്ഡിനെയാണ് സക്സീഡ് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് ഈ ന്യൂ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഹീ വാസ് എ ഫോമർ ചെയർമാൻ ഓഫ് സ്റ്റാർ ആൻഡ് ഡിസ്നി ഇന്ത്യ ആൻഡ് പ്രസിഡൻറ്റ് ഓഫ് ദ വാൾട്ട് ഡിസ്നി കമ്പനി ഏഷ്യ പസഫിക്. ആൻഡ് ഹി വാസ് ഓൾസോ ദ ഫസ്റ്റ് മീഡിയ, അതായത് അദ്ദേഹമാണ് ഫസ്റ്റ് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ ടു ലീഡ് എ നാഷണൽ ഇൻഡസ്ട്രി ചേംബർ സച്ച് ആസ് FICC പോലെയുള്ള നാഷണൽ ഇൻഡസ്ട്രീൻ്റെ ചേംബറിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ ആണ് ഉദയ് ശങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഈസ് ഹോസ്റ്റിംഗ് ദ മൈഗ്രേറ്ററി ബേർഡ് ഫെസ്റ്റിവൽ? അതായത് ദേശാടന പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫെസ്റ്റിവൽ ആണ്. ആൻഡ് ഇത് ഏത് സംസ്ഥാനമാണ്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ഇൻ ബീഹാറിലെ ബഗൽപൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് നമ്മൾ ഫെസ്റ്റീവ് ആഘോഷിക്കുന്നത്. ആൻഡ് മൈഗ്രേറ്ററി ബേർഡ്സിനെ സേവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്, അതായത് അവരെ ഈ ലാർജ് നമ്പറായിട്ട് എല്ലാ വർഷവും
ഒരു ലാർജ് നമ്പറായിട്ടാണ് ഇവർ ഓരോരോ ദേശത്തേക്ക്, അതായത് ദേശാടന പക്ഷികൾ ഇന്ത്യയിലേക്ക് വരുന്നത്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അവരെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. 3 ദിവസമായിട്ടാണ് ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഡിസംബർ 11 to 13, 11 മുതൽ 13 വരെയാണ് ആഘോഷിക്കുന്നത്. ആൻഡ് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലസ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും കൂടെ ചേർന്ന് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് സ്പീഷീസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് റിവർ ഡയറീസിൽ വിൻ്റർ സമയത്ത് വരുന്നത്. ഓക്കെ, സോ ബീഹാറിൻ്റെ ക്യാപിറ്റൽ ഈസ് പാട്ന ആൻഡ് ബീഹാർ ചീഫ് മിനിസ്റ്റർ ഈസ് നിതീഷ് കുമാർ ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് ഫാഗു ചൗഹാൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീസെൻ്റ്ലി അപ്പോൺ വിച്ച് ഫോർമർ പ്രൈം മിനിസ്റ്റർ എ പോസ്റ്റൽ സ്റ്റാമ്പ് റിലീസ്ഡ്, അതായത് മുൻ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ മുൻ ഏത് പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിലാതെ അവരെ കോമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റേജ് സ്റ്റാമ്പ് റിലീസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് വെർച്വലി റിലീസ്ഡ് ബൈ അവർ വൈസ് പ്രസിഡൻറ്റ് വെങ്കയ്യ നായിഡു ആൻഡ് അത് IK ഗുജറാളിൻ്റെ പേരിലാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഹിസ് ഇനോർമസ് കോൺട്രിബ്യൂഷൻ ടു ദ കൺട്രി ആൻഡ് ഓൾസോ ബൈ ടു ഓണർ ഹിം ഇത്തരത്തിലൊരു സ്റ്റാമ്പ്, പോസ്റ്റേജ് സ്റ്റാമ്പ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി വാസ് അവർ 12th പ്രൈം മിനിസ്റ്റർ. ഓക്കെ, നമ്മുടെ 12th പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് ഏപ്രിൽ 1997 മുതൽ 98 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ഏപ്രിൽ 1997 മുതൽ മാർച്ച് 1998 വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം ജനിച്ചത് 1919 ജലം ഡിസ്ട്രിക്റ്റിലാണ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഇറ്റ് ഈസ് ഇൻ പാകിസ്ഥാനിലെ ജലം ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ജനിച്ചത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിലീസിങ്, അതായത് ഡിജിറ്റലി ഇത് റിലീസ് ചെയ്യുന്ന ഈ സെറമണിയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വൈസ് പ്രസിഡൻറ്റ് വെങ്കയ്യ നായിഡു. ആൻഡ് അതിലേറ്റവും എടുത്ത് പറയേണ്ടത് ഗുജറാൾ ഡോക്ട്രിൻ തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് on to the next question. A maiden preferential trade agreement was made between which countries? 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു മെയ്ഡൻ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ബംഗ്ലാദേശ് ആൻഡ് ഭൂട്ടാൻ. ബംഗ്ലാദേശും ഭൂട്ടാനുമാണ് ഇത്തരത്തിലൊരു പ്രിഫറൻഷ്യൽ അഗ്രിമെൻറ്റ്, ട്രീറ്റി അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഓഫ് ഗുഡ്സിൻ്റെ ഡ്യൂട്ടി ഫ്രീ ആക്സസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബൂസ്റ്റ് ദ ബയലാറ്ററൽ ട്രേഡ് ബിറ്റ്വീൻ ദീസ് 2 കൺട്രീസ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെൻറ്റ്, അതായത് ബംഗ്ലാദേശ് വേറൊരു രാജ്യവുമായിട്ട് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെൻറ്റ് നടത്തുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ബംഗ്ലാദേശ്. ആൻഡ് ഇത് അതായത് ബംഗ്ലാദേശും ഭൂട്ടാനും തമ്മിൽ 50 വർഷത്തെ ഡിപ്ലോമാറ്റിക് ടൈസ് ആണ് ഉള്ളത്. 100 ബംഗ്ലാദേശി ഗുഡ്സ് ഭൂട്ടാനിലേക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഗുഡ്സ് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ 34 ഭൂട്ടാൻ ഗുഡ്സ് ബംഗ്ലാദേശിലേക്ക് ആക്സസ് ചെയ്യാനുമായിട്ടുള്ളൊരു ട്രീറ്റിയാണ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഗുഡ്സിൻ്റെ എണ്ണം ഇനിയും കൂട്ടാനാണ് ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബംഗ്ലാദേശിൻ്റെ കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ടിപ്പു മുൻഷിയും അതുപോലെ തന്നെ ഭൂട്ടാനിൻ്റെ എക്കണോമിക് അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ലിയോൺപോ ലോക്നാഥ് ശർമ്മയാണ് ധാക്കയിൽ വെച്ചിട്ട് ഈ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയാണ്. ആൻഡ് അവിടുത്തെ ക്യാപിറ്റൽ ഈസ് ധാക്ക ആൻഡ് അവിടുത്തെ കറൻസി ഈസ് ടാക്ക. ഓക്കെ, ഭൂട്ടാൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ലോട്ടായ് ഷെറിൻ ആണ്. ആൻഡ് അവിടുത്തെ ക്യാപിറ്റൽ ഈസ് തിംഫു ആൻഡ് അവിടുത്തെ കറൻസി ഈസ് ഭൂട്ടാനീസ് ഇംഗുൾട്രം. ഓക്കെ, NGULTRUM, ഇംഗുൾട്രം. ഓക്കെ, ഫൈൻ. So let's move on to the next question. Pixel, a space technology startup to launch a remote sensing satellite on which rocket? Pixel എന്ന് പറയുന്നത് ബംഗളൂരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ്. സോ അതിൻ്റെ പുതിയ ലോഞ്ചിങ് ആയിട്ടുള്ള റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഇന്ത്യയുടെ ഏത് റോക്കറ്റിലേക്കാണ് അയച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് PSLVയിലേക്കാണ് ഇത് അയച്ചിട്ടുള്ളത്. ISROയും ഈ ഒരു പിക്സൽ മാനേജ്മെൻറ്റിൻ്റെയും ഒരു ദേ ബോത്ത് സൈൻഡ് എ പാക്ട്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ വർക്ക് ഹോഴ്സ് റോക്കറ്റായിട്ടുള്ള PSLVയിലേക്ക് 2021 ഒരു റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് അയക്കാൻ പോകുന്നത്, അതായത് റിമോട്ട് സെൻസർ സാറ്റലൈറ്റ് അയക്കാൻ പോകുന്നത്. ആൻഡ് ഇത്
എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ബൂസ്റ്റ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് വർക്കിംഗ് ഇൻ ദ സ്പേസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആൻഡ് ISROയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ആൻഡ് ഇന്ത്യയുടെ ഫസ്റ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് IRS-1A ആണ്. ഓക്കെ, ഇത് 1988 അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് വൺ ഈസ് ദ പിക്സൽ അയക്കാൻ പോകുന്നത് പ്രൈവറ്റ് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, സോ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് K. ശിവൻ ആണ്. ആൻഡ് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ബംഗളൂരു, കൊൽക്കത്ത. ആൻഡ് പിക്സലിൻ്റെ CEO എന്ന് പറയുന്നത് അവേസ് അഹമ്മദ് ആണ്. ഓക്കെ, അവേസ് അഹമ്മദ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which city topped in the Urban Quality Life Index by IIT Bombay? IIT Bombay റീസെൻ്റ് ആയിട്ട് ഒരു അർബൻ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അർബൻ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് ഇൻഡെക്സ്, അതായത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ അളക്കുന്ന ഒരു ലൈഫ് ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സേഫ്റ്റീസ് അതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണിത്. അതിൽ ഏത് സിറ്റിയാണ് ഫസ്റ്റ് നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14 സിറ്റീസാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൽ നിന്നാണ് മുംബൈ ആണ് ടോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഫസ്റ്റ് വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റി എന്നറിയപ്പെടുന്നതും ചെന്നൈയാണ്. ഓക്കെ, ചെന്നൈയാണ് വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ആൻഡ് ലീസ്റ്റ് വിമൻ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് പാട്നയെയാണ് ലീസ്റ്റ് വിമൻ ഫ്രണ്ട്ലി സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് മുംബൈക്ക് ശേഷം ഡൽഹി, അതുപോലെ തന്നെ കൊൽക്കത്ത, അതിനുശേഷം ചെന്നൈ റെസ്പെക്റ്റീവ്ലി സെലക്റ്റഡ് ഈസ് ടോപ്ഡ് ഇൻ ദിസ് ലിസ്റ്റ്. ബേസിക് അമ്യൂണിറ്റീസ് കാറ്റഗറിയിൽ പൂനെയും, അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിൽ മുംബൈയും, അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കാറ്റഗറിയിൽ കൊൽക്കത്തയും, ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് കാറ്റഗറിയിൽ ഡൽഹിയും, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് കാറ്റഗറിയിൽ മുംബൈയും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിൽ കൊൽക്കത്തയും, ജെൻഡർ റോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെൻഡർ റോളിൽ ചെന്നൈയുമാണ് മുൻപിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the new Defense Secretary of US? യുഎസിന് റീസെൻ്റ് ആയിട്ട് ഇലക്ഷൻ കഴിഞ്ഞു. ജോ ബൈഡൻ പ്രസിഡന്റ് ഇലക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ആരിനെയാണ് പുതിയതായിട്ട് ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ലോയിഡ് ഓസ്റ്റിനെയാണ് ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് 2003 ഇദ്ദേഹം US ട്രൂപ്പിനെ ബാഗ്ദാദിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല US സെൻട്രൽ കമാൻഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഓൾസോ സെർവ്ഡ് ദ US ആസ് എ 4-star ആർമി ജനറൽ. ഇറാഖ് അഫ്ഗാൻ കോൺഫ്ലിക്റ്റിൽ 4-star ആർമി ജനറൽ ആയിട്ട് US സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ഹി ഈസ് 67 years old ആൻഡ് റിട്ടയേർഡ്. ആൻഡ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ന്യൂ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്രയും ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട്. ആൻഡ് ഓൾസോ ജോ ബൈഡൻ ഹി ഈസ് ദ US പ്രസിഡന്റ് ഇലക്ട്. ഹി ഓൾസോ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് ജെൻഡർ ഈക്വാലിറ്റി അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി വിമൻസിനെ ബാക്കിയുള്ള പോസ്റ്റുകളിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് US മീഡിയ ഓൾസോ അനൗൺസ്ഡ് ദാറ്റ്, അതായത് US മീഡിയാസ് പറയുന്നത് 62 വയസ്സുള്ള ഫോർമർ കോൺഗ്രസ്മെനും അതുപോലെ തന്നെ കാലിഫോർണിയയുടെ അറ്റോർണി ജനറലുമായിട്ടുള്ള സേവിയർ ബെസേറയെ സെക്രട്ടറി ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസോറാംസ് ഫസ്റ്റ് സോളാർ പവർ പ്ലാന്റ് ഹാസ് ബീൻ കമ്മീഷൻഡ് അറ്റ്. മിസോറാമിൻ്റെ ഫസ്റ്റ് സോളാർ പവർ പ്ലാന്റ് എവിടെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവേഴ്സിൽ, അതായത് സെൽഫ് സഫിഷ്യൻസി ഇൻ പവറിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോളാർ പവർ പ്ലാന്റ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ട്രുങ്വേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. ആൻഡ് 2 മെഗാവോൾട്ടിൻ്റെ സോളാർ ഫോട്ടോ വോൾട്ടായിക് 2 മെഗാവോൾട്ടിൻ്റെ SPV പവർ പ്ലാന്റ് ആണ് വരുന്നത്. സോളാർ ഫോട്ടോ വോൾട്ടായിക് പവർ പ്ലാന്റ്. ഓക്കെ, സോ ഇത് അനൗൺസ് ചെയ്തത് സ്റ്റേറ്റ് പവർ മിനിസ്റ്റർ ആയിട്ടുള്ള കാൾ സിർലിയാന. ഓക്കെ, കാൾ സിർലിയാന ആണ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 5 ഏക്കറിലായിട്ട് 5340 സോളാർ മൊഡ്യൂൾസ് ആണ് സ്ഥാപിക്കുന്നത്. ആൻഡ് ഓൾസോ 14 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. 169 ലക്ഷം റവന്യൂ ആണ് ഇതിൽ നിന്നും ലഭിക്കാൻ പോകുന്നത് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആൻഡ്
മിസോറാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഐസോൾ ആണ്. ആൻഡ് മിസോറാമിൻ്റെ CM എന്ന് പറയുന്നത് സോർമ താങ്കെ ആണ്. ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് PS ശ്രീധരൻ പിള്ളൈ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്സ് ഇൻ്റർനാഷണൽ കിങ് ഭൂമി ബോൽ വേൾഡ് സോയിൽ ഡേ അവാർഡ്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ്റർനാഷണൽ കിങ് ഭൂമി ബോൽ വേൾഡ് സോയിൽ ഡേ അവാർഡ് കരസ്ഥമാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്. ഓക്കെ, ICAR, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ റിസർച്ച് ബോഡിയാണിത്. ഫോർ റേസിംഗ്, അതായത് ഫോർ റേസിംഗ് അവയർനെസ്, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ പ്രൊട്ടക്ഷനെ പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തതിനും അതുപോലെ തന്നെ 2019 നടത്തിയ അവയർനെസ് ഇനീഷ്യേറ്റീവിൽ മോർ ദാൻ 30,000 പീപ്പിളിനെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ 13,000 ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2019 നടത്തിയ അവയർനെസ് ഇനീഷ്യേറ്റീവിനുമാണ് ഇത്തരത്തിലൊരു അവാർഡ് നൽകിയിട്ടുള്ളത്. 2021 ജനുവരിയിൽ ബാങ്കോക്കിൽ നടത്തുന്ന ഒഫീഷ്യൽ സെറമണിയിൽ ICARന് തായ്ലൻഡിൻ്റെ പ്രിൻസസ് ആയിട്ടുള്ള മാഹാ ചാക്രി സിരിന്തോൺ ആണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫയേഴ്സ്. സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന കടലോര പ്രദേശങ്ങളെ ചുഴലിക്കാറ്റ് തടയുന്നതിനായി നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റിൻ്റെ കീഴിൽ തൃശ്ശൂർ ജില്ലയിൽ പുതിയ പദ്ധതിക്ക് തുടക്കം. 2020 ഡിസംബറിൽ ചാൻ സക്കർബർഗ് ഇനീഷ്യേറ്റീവിൻ്റെ ഇമേജിംഗ് സയൻറ്റിസ്റ്റിന് അർഹനായി മലയാളിയായ ഡോക്ടർ പ്രമോദ് പിഷാരടി. മസ്തിഷ്ക രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഇമേജിംഗ് വിദ്യകൾ രൂപപ്പെടുത്താനുള്ള പദ്ധതിക്കാണ് അംഗീകാരം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു.